കനിയുടെ ഇത്തരം ഫാഷൻ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ക്യാൻസിൽ പോകുമ്പോഴുള്ള ലൈക് പാലസ്തീൻ അനുകൂല പ്രഖ്യാപനമാണെന്ന് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച സമയത്ത് ലിപ്സ്റ്റിക് വാസ് ഡിസ്കഷൻ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ അഗൈൻ ഇന്റർവ്യൂല് കാല് കയറ്റി വെക്കുന്ന പോലെ ഒരു ഡിസ്കഷൻ ആവുന്ന ഒരു സുഖമായിട്ട് ജീവിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ലാസ്റ്റ് 20 years എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല ശരിക്കും. ഐ ആം ഇൻ എ വേൾഡ് ഓഫ് മൈ ഓൺ. നല്ല കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആവുന്നത് കനിക്കൊരു ലൈക്ക് എപ്പോഴും ഇത് ഡിസ്കഷൻ ആവുന്നു, ഇതിനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കുന്നു. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള നിർബന്ധം? അതൊന്നും ഞാൻ വായിക്കാറില്ല. ഒന്നാമത് ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും അയച്ചു തരും, നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ തുടങ്ങുമ്പോൾ നോക്കിയത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കില്ല ഒന്നും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ എന്താ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമാണെങ്കിൽ ചിലത് ആലോചിക്കും, അല്ലാത്ത കാര്യം ഞാൻ നോക്കാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കാര്യം ഇതൊക്കെ എന്തിനാണ് അതിനേക്കാളും എന്താ എനിക്ക് പറയാറുണ്ടോ അതിനെ പറ്റിയൊന്നും. ആക്ച്വലി ദ റിയൽ ലോയേഴ്സ് ആർ ബിഗ് ആക്ടേഴ്സ്. നമ്മളെക്കാളും ബെറ്റർ ആക്ടേഴ്സ് ആണ്. ബിക്കോസ് റിയൽ ലൈഫിൽ ദേ ആർ മേക്കിംഗ് പീപ്പിൾ ബിലീവ്. സോ നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേറെ, അവർ ലോയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നത് വേറെ ഒരു കാര്യം. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് പെർഫോമൻസ് ഇൻ റിയൽ കോർട്സ്. That is the truth. അല്ലെങ്കിൽ ഒരു വിഭാഗം കൂടി ഉണ്ട്, ഫുട്ബോൾ പ്ലേയേഴ്സ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മാം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു 3-4 ദിവസം ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല, പിന്നെ എപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാൻ തുടങ്ങി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും. ഞാൻ ആർക്കും ഒന്നും അറിയില്ലല്ലോ, ഇവർക്ക് ഈ പടം എന്താവും എന്നൊക്കെ തോന്നും. പക്ഷെ എവിടെയോ ഒരു പാത്തിൽ പോകുന്നുണ്ട്, പിന്നെ അതിൽ പിടിച്ചിട്ട് നമുക്ക് ഓക്കെ ഇനി ശരിയാവും എന്ന്. മാമിന്റെ അനുഭവം അപ്പോഴും നല്ലത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ പോലെ തന്നെ ഞാൻ ചില സമയത്ത് വന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു പടത്തിൽ നിന്ന് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ബാഡ്. മറ്റേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എവിടെ നോക്കണം എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ യൂണിറ്റും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ വേറെ ഡയറക്ടർ കൊണ്ടുവരട്ടെ എന്ന്. സോ ഒരു 35 ഒക്കെ കഴിയുമ്പോഴേക്കും ഒന്നുമില്ല. ഫിലിംസ് വെർ വെരി ബോറിങ്, സ്റ്റോറീസ് വെർ വെരി ബോറിങ്, ഒന്നുമില്ല, ക്യാരക്ടേഴ്സ് ഇല്ല. I started feeling wasted. The actor in me started feeling very upset. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൻഡ് അപ്പോഴാണ് എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഗേവ് മീ ലൈഫ്. തിയേറ്ററായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ 1-2 പ്ലേസ് ചെയ്തത്. കുറച്ച് വർക്ക്ഷോപ്സിൽ ഞാൻ പങ്കെടുത്തു. ആൻഡ് ഒരു റിജുവിനറേഷൻ എന്ന് ആയത് അപ്പോഴാണ്. നമസ്കാരം. അസിയുടെ വിശേഷങ്ങളുമായി രേവതി ആൻഡ് കനി. വെൽക്കം ബോത്ത്. താങ്ക് യു ചന്ദ്ര. അസി, എനിക്ക് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എന്താണ് അസി ഉദ്ദേശിക്കുന്നത്? സിനിമ അസി എന്താണ് പറയുന്നത്? എനിക്കും ഹിന്ദി അറിയില്ല, പക്ഷെ അസി എന്താന്ന് അറിയാം ഇപ്പം. ഹിന്ദി പഠിച്ചു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ്. അല്ല, ആക്ച്വലി എനിക്ക് ആദ്യം സിനിമയുടെ ടൈറ്റിൽ എനിക്ക് ആദ്യം അർത്ഥം മനസ്സിലായില്ലായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റൊക്കെ വായിച്ചുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ റൈറ്ററിനോട് ചോദിച്ചു, എന്താ ഈ അസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇങ്ങനെ. അപ്പം ആൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം 80 എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഇന്ത്യയിൽ 80ഓളം സെക്ഷൽ അസോൾട്ട് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് വരുന്നത് അത്രയാണ്. അപ്പം അതൊരു എന്താ പറയുക, ഒരു ക്രിപ്റ്റിക്കായിട്ടാണ് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ. ഇതെന്തായിരിക്കും ഈ പേരെന്ന് ഒരാൾ ആലോചിക്കുമ്പോൾ മാത്രം അതെന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ആ റൈറ്റർ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അതല്ലേ ചോദിച്ചത്? അതെ, വാട്ട് ഈസ് അസി മൂവി കൺവേയിങ്? എന്താണ് അസി സിനിമ കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്?
അതൊരു ശരിക്കും ഡയറക്ടറിന്റെ ചോദ്യമാണ് എന്തായാലും. പക്ഷെ കഥ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമയായി രൂപപ്പെടുന്ന സമയത്ത് നമുക്കൊരു ടേക്ക് അവേ ഉണ്ടാവില്ലേ, വാച്ചിങ് ദിസ് മൂവി, അണ്ടർസ്റ്റാൻഡിങ് ദിസ് മൂവി, അതെന്തായിരുന്നു? ഇപ്പോൾ ഈ അത്യാവശ്യം മലയാളം വായിക്കാൻ പഠിച്ചു തുടങ്ങിയ സമയം മുതൽ ഒരു പക്ഷേ ഈ അന്ന് മുതൽ ഞാൻ ഇപ്പോൾ വരെയും എപ്പോഴും കേൾക്കുന്ന, ഒരു ദിവസം എല്ലാ ദിവസവും കേൾക്കും എവിടെയെങ്കിലും സെക്ഷൽ അസോൾട്ട് നടന്ന കാര്യം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരാരെങ്കിലും ബസ്സിൽ കയറുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും അനുഭവം, അല്ലെങ്കിൽ എവിടെ എപ്പോഴും നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാരാരെങ്കിലും പറയും മോളെ വൈകുന്നേരം പുറത്തിറങ്ങണ്ട. അങ്ങനെ എന്താ പറയുക, നമ്മുടെ എനിക്കൊന്ന് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ ഈ ഒരു സെക്ഷൽ അസോൾട്ടൊന്നും നടക്കാതെ അതൊന്നും ഉണ്ടാവാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിൽ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം മൊത്തം ഡിസൈൻ ചെയ്ത് പോകുന്നത്. എപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും, സ്കൂൾ വിട്ടാൽ പെട്ടെന്ന് നേരെ വീട്ടിൽ വരണം. ഇപ്പം എന്താ, ഒരു ഭംഗിയുള്ള ആകാശം കണ്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പെൺകുട്ടികളൊക്കെ നേരത്തെ വീട്ടിൽ കയറും, അങ്ങനെയൊക്കെ. ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിൽ ഫസ്റ്റ് തിങ്ക് അല്ലെ എങ്ങനെ സർവൈവ് ചെയ്തു. നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സേഫ് ആണോ, നമ്മളിവിടെ ഇവിടെ വേറെ, അങ്ങനെ എപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചിന്തിക്കണം. പെൺകുട്ടികളുടെ അടുത്ത് അത് പ്രത്യേകിച്ച് പറയണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ഒരു സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം നടക്കുന്ന കാര്യമല്ല, എല്ലാ ജെൻഡറുകൾക്കും ഉണ്ടാവാവുന്നതാണ്. പക്ഷെ നമ്മുടെ എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും സ്ത്രീകൾക്കാണ് അത് കൂടുതൽ. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഒരു എൻ്റെ അടുത്ത് അനുഭവ് സിൻഹ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പം എനിക്ക് ഹിന്ദി അറിയില്ല ഇതുപോലെ, അപ്പോൾ അവർ ഇംഗ്ലീഷൊക്കെ ആക്കി അങ്ങനെ വായിച്ചപ്പോൾ എനിക്കും എപ്പോഴും തോന്നും, ഇതെപ്പോഴും ഞാൻ കുറേ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സമരത്തിനൊക്കെ പോയിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഒക്കെ പല രീതിയിൽ സംസാരിക്കുമ്പോഴും ഇതിപ്പോഴും സംസാരിക്കുന്നു. ഇതെങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരു കലയിൽ, ഒരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ നാടകം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിതയായിട്ടും ഒക്കെ ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ചോദ്യം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ നടിയായിട്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും എനിക്ക് എപ്പോഴും തോന്നും, ഇതിന് വേണ്ട രീതിയിലാണോ ഇപ്പം ഞങ്ങൾക്ക് ഈ കഥ പറയാൻ പറ്റിയത്, പറയേണ്ട എല്ലാത്തരം നുവാൻസുകളും പറയാൻ പറ്റിയോ എന്നൊക്കെ എപ്പോഴും ഉണ്ട് ആ ചോദ്യം. ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് കുറേ ചോദ്യം ഉണ്ടാവും. സിനിമ കണ്ടു കഴിയുമ്പോൾ വായിച്ചതും അഭിനയിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഇത് ഇങ്ങനെ ആക്കാം എന്നൊക്കെ തോന്നാം. പക്ഷെ എനിക്ക് എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ എന്നും വായിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഏറ്റവും അത്യാവശ്യമായിട്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് മുമ്പ് ജനിച്ചത് മുതൽ ഇപ്പോഴും മുമ്പോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കണം. അതിൽ ഏതെങ്കിലും വിധത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും നമ്മുടെ പോളിസിയിലും ഇങ്ങനെ ഒരു കേസ്, സെക്ഷൽ അസോൾട്ട് കേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അത് എത്രയും സ്പീഡിൽ എങ്ങനെ നടക്കാൻ പറ്റും, പണിഷ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ഇത് നടക്കാതിരിക്കാൻ എന്തൊക്കെ സേഫ്റ്റി സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റും. നമ്മൾ ആസ് എ സിവിലൈസേഷൻ നമ്മൾ ജീവിക്കുന്ന സമയത്ത് വില്ലേജസ് ഉണ്ട്, ഇവിടെ ടൗൺ ഉണ്ട്, സിറ്റികളുണ്ട്, പലതരത്തിലുള്ള വർക്ക് സ്പേസുകളുണ്ട്, രാത്രി വർക്ക് ചെയ്യേണ്ടി വരും സ്ത്രീകളാണെങ്കിലും എല്ലാവരാണെങ്കിലും ഒക്കെ. അങ്ങനെയൊക്കെ എല്ലായിടത്തും എങ്ങനെയൊക്കെയാണ് സേഫ്റ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക, എല്ലാ സേഫ്റ്റിയും എൻഷുർ ചെയ്തതും ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷവും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നും അപ്പോൾ ഒരു സർവൈവർ അല്ലെങ്കിൽ ആ വിക്ടിമിന് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ധൈര്യം അപ്പോൾ ഉണ്ടാവാൻ പറ്റുമോ, ഇനി ചെയ്താൽ തന്നെ അതെങ്ങനെയാണ് ആളുകൾ പെർസീവ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി ഇങ്ങനൊരു കാര്യം ഈ സേഫ്റ്റി ഇതെല്ലാം ഉള്ളപ്പോഴും എന്തുകൊണ്ട് ഇത് എന്തുകൊണ്ടും ഉണ്ടാവുന്നു. അപ്പം നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പറുകൾ കുറയാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യം എപ്പോഴും റെലവൻ്റ് ആണ്. ഇപ്പം എനിക്കിപ്പം 40 വയസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വായിക്കാൻ തുടങ്ങി പത്രം വായിക്കാനൊക്കെ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെയുള്ള വാർത്തകൾ അന്നും വായിക്കുന്നുണ്ട്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ കൂടുതലാണ് ഇപ്പോൾ വായിക്കുന്നത്. അത് കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യവും ആർജവും സ്ത്രീകൾക്ക് ഉണ്ടായത് കൊണ്ടാണോ കൂടുതൽ, അതോ മുമ്പ് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കുറവാണോ, അത് എനിക്കറിയില്ല. കാരണം നമുക്ക് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കേണ്ടതും ഇത് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമായിട്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമാണ്. സോ ഓഫ് കോഴ്സ് ഇത് സിനിമ കൺവേ ചെയ്യുന്നത് കനി പറഞ്ഞ പോലെ തന്നെ എല്ലാ കാലങ്ങളിലും സംസാരിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, നമുക്കിപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പോളിസി മേക്കിംഗ് നടന്നിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് കൂടിയാണ്. എസ്പെഷ്യലി ഇതൊരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്ത്രീകൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചാണ്
പറഞ്ഞു പോകുന്നത്. പക്ഷെ ഡയറക്ടർ വരുമ്പോൾ ഹിസ് എ മെയിൽ ട്രൈങ് ടു ഫിഗർ ഇറ്റ് ഔട്ട് അല്ലേ. അപ്പം ആസ് എ ആക്ടർ കം ഡയറക്ടർ ഇതിനകത്ത് എത്രത്തോളം ഒരു മെയിൽ പെർസ്പെക്റ്റീവിനെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് മാം മനസ്സിലാക്കുന്നത്. ഇതിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മോർ ആൻഡ് മോർ മെൻ ടോക്ക് അബൌട്ട് ദിസ്. ഓക്കെ, ബിക്കോസ് നമ്മൾ ഐ എം നോട്ട് ടോക്കിംഗ് പെർസ്പെക്റ്റീവ്. ഇറ്റ് ഈസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ക്യാൻ യുനോ പോർട്രേ ക്രിയേറ്റീവ്ലി എനിത്തിങ് ബ്യൂട്ടിഫുൾ. സോ ഇതിൽ ലോട്ട് ഇപ്പം നമ്മൾ കുറേ മെയിൽ മെമ്പേഴ്സ് ഷുഡ് സ്റ്റാർട്ട് ഹാവിങ് ദിസ് കോൺവെർസേഷൻ. സോ ഈ അസ്സി എന്ന പടത്തിൽ കനി ഓൾറെഡി പറയുന്ന പോലെ ഇറ്റ് ടാക്കിൾസ് ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് വാട്ട് ഹാപ്പൻസ്. ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ച ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത്, ആൻഡ് ഇറ്റ് എൻഡ്സ് ആറ്റ് എ വേർഡിക്റ്റ്. ഓക്കെ, സോ അപ്പോൾ എല്ലാം ഹി ഹാസ് ട്രൈഡ് ടു എക്സ്പ്ലോർ. ആൻഡ് ഈ അനുഭവ് സിൻഹ പറയുന്നത് ഈ സിനിമ കണ്ട ശേഷമാണ് ആക്ച്വലി ഐ വാണ്ട് തിങ്സ് ടു ബിഗിൻ, ബിക്കോസ് ഐ വാണ്ട് പീപ്പിൾ ടു ഹാവ് ദ കോൺവെർസേഷൻ. ലെറ്റ് ദ കോൺവെർസേഷൻ കം ഔട്ട്. So let us start having that conversation and see where it goes, because I think it is time all of us take a stern stand to somehow not let something like this happen. Alle? Yes, of course. ഈ സെക്ഷൽ അസോൾട്ട് എന്ന ഒരു കാര്യം സംഭവിക്കാതെ ഇരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ട സമയം ആയി. അത് കഴിഞ്ഞു. ഇപ്പം നേരത്തെ കനി സൂചിപ്പിച്ച പോലെ തന്നെ പല സിനിമകളിലായിട്ട് നമ്മളിത് പറയുന്നുണ്ട്. അപ്പം മാമിൻ്റെ തന്നെ സിനിമകളിൽ ഇപ്പം ഏറ്റവും തുടക്കത്തിലേ വരുന്ന രജനീകാന്തിൻ്റെ കൂടെയുള്ള സിനിമ കൈ കൊടുക്കും കൈ. സോ അവിടെ തുടങ്ങി നമ്മളിത് സംസാരിക്കുന്നുണ്ട്, ഇത്തരം കഥകൾ വരുന്നുണ്ട്, പെർസ്പെക്റ്റീവ്സ് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഇത്തരം ഒരു ആശയം കൺവേ ചെയ്യുന്ന ഒരു സിനിമ വരുന്ന സമയത്ത് രണ്ട് തരത്തിലായിട്ട് അതിലേക്ക് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ ഡയലോഗ്സ് അങ്ങനെ പല തരങ്ങളിലേക്ക് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പം ഇതിന് പല തരത്തിൽ ആളുകൾ ടേക്കപ്പ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഈ ഒരു സിനാരിയോനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. വെദർ വി ഷുഡ് ഡൗട്ട് ദ വിക്ടിം ഓർ വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് ദ സർവൈവർ ഓർ ദ അക്യൂസ്ഡ്. അങ്ങനെ ആളുകളുടെ ഇടയിൽ അത്തരം ഡിസ്കോഴ്സസ് ആണ് നടക്കുന്നത്. അതിന് ഇപ്പോൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സ്പേസ് കൂടെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സോ അതിൽ നിങ്ങളുടെ ഒരു ടേക്ക് എന്താണ്? രണ്ടുപേരും കൂടെ. No, for me especially, I think ഈ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവാൻ പാടില്ല. മീഡിയയിൽ യു റിപ്പോർട്ട് എൻ ഇൻസിഡൻറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു വെയിറ്റ്. ആ ഒരു കേസോ അല്ല വിക്ടിമോ സർവൈവറോ വാട്ട് എവർ യു കോൾ ആൻഡ് ദ പേഴ്സൺ, അത് പോകണം. അതർവൈസ് യു ആർ കോൺസ്റ്റൻ്റ്ലി പ്രഷറൈസിങ് ഡിഫറെൻറ്റ് തിങ്സ്. അത് നമുക്കറിയാതെ ചിലപ്പോൾ നമ്മൾ തെറ്റിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ദ പ്രഷർ ചേഞ്ചസ് എവറിത്തിങ്. സോ അതുകൊണ്ടാണ് പല കൺട്രീസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതാനും പാടില്ല, സംസാരിക്കാനും പാടില്ല എന്നൊരു ലോ വന്നിരിക്കുന്നത്. സോ ഐ ഫീൽ ഈ വാട്ട് ഈസ് ഇറ്റ് കോൾഡ് മീഡിയ, വാട്ട് ഈസ് ഇറ്റ് കോൾഡ്, ലിഞ്ചിങ്, നോട്ട് ലിഞ്ചിങ് ബട്ട് media trial. Okay. You know, I think that needs to reduce. നമ്മൾ കുറച്ച് we should be a little more responsible, because what you're doing to the person who has gone through it, the families, അവരുടെ ഫാമിലീസിന് എല്ലാവർക്കും I think നമ്മൾ കുറച്ച് we are going a little overboard. Yes. ഇതൊന്നും ഇപ്പോൾ ഹിന്ദിയിൽ തന്നെ വരുന്ന സിനിമകളിൽ ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമകൾ, അതായത് മെയിൽ സെൻട്രിക് ആയിട്ടുള്ള സ്ഥിരം ഫോർമുല ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് വരുന്നതിനനുസരിച്ച് ദർ ഇസ് അനദർ പാരലൽ വേൾഡ്, വി കുഡ് സേ. ടേം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ നമ്മളിപ്പം വെബ് സീരീസുകളിൽ കാണുന്ന തരത്തിലുള്ള നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കാണുന്ന കുറച്ചുകൂടെ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് വരുന്ന സിനിമകൾ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതൽ
ഇവിടെ കണ്ടന്റ് ഡ്രിവൺ ആണെന്ന് പറയുമ്പോൾ പോലും ഹോളിവുഡിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അത്തരം സിനിമകൾക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവുന്നു. ലൈക്ക് രാജ്യം മുഴുവൻ അത് കാണുന്നു, ഞങ്ങളെല്ലാവരും അതിൽ പാർട്ടാകുന്നു. അപ്പം ഇത്തരം ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും ഫീമെയിൽ ഡയറക്ടേഴ്സ് വരുന്നു. ആ ഒരു മൂവ്മെന്റിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആസ് എ ഡയറക്ടർ ഞാൻ പറയാം ചന്ദ്ര, റീസെൻ്റ്ലി ഹിന്ദി സിനിമയിൽ ഒരുപാട് ഞാൻ 22 ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ പടത്തിൽ തന്നെ ദർ വർ ഓൾമോസ്റ്റ് 26 ഗേൾസ് ബിഹൈൻഡ് ദ ക്യാമറ, ടെക്നീഷ്യൻസ് ആയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫ് കോഴ്സ്, ബിക്കോസ് ഞാനാണ് ഡയറക്ടർ, ഐ വിൽ ഗോ ഡു ദാറ്റ്. പക്ഷേ യുനോ ഓഡിയോയിൽ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രൊഡക്ഷനിൽ, പ്രൊഡക്ഷൻ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, and every makeup and costume always you have women. But that is not the only be all and end all. PR department, you know, cinematography, editing, ellathilum we had women, and I made sure. Pinna that is a oru fabulous freedom, because എനിക്ക് അത്രയും പെണ്ണുങ്ങൾ കിട്ടി. ഇവിടെ നമ്മൾ തരേണ്ടി വരുന്നു. എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, വിസ് ഐ നീഡ് എ പ്രൊഡക്ഷൻ ഡിസൈൻ, ആരെങ്കിലും ഉണ്ടോ, എത്ര പേരുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാമോ, എങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. യുനോ, സോ ഐ ഫീൽ ദാറ്റ് യുനോ വിമൻ വാണ്ട് ടു ഡു ഇറ്റ്. പക്ഷേ പ്രഷറുണ്ട്, പേടിയുണ്ട്. ദാറ്റ് ഫിലിം ഇൻഡസ്ട്രി ഈസ് നോട്ട് സേഫ്, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് വർക്ക് ഇല്ല, യു ഡോണ്ട് ഹാവ് എ മന്ത്ലി പേ, യുനോ. സോ it's a difficult world to survive, even as far as monies is concerned, because നമുക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലല്ലോ. ആൻഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ കാശേ ഇല്ല. it's a tough world. So yeah, I don't know if I answered your question. Question for something else, no? This feminist Bollywood movement. So I feel how is that going? yeah, I think it's doing very well. Correct, that's what. There are more women there. എനിക്ക് ചളിയാണ് വായിൽ വന്ന, പക്ഷെ പറയാൻ പാടില്ല. അല്ല, കുഴപ്പമില്ല. അല്ല, മലയാളത്തില് സിനിമ കൊമേഴ്സിൽ തന്നെ ആ ഒരു അവസരം ഉള്ളതുകൊണ്ട് ഇവിടെ അവിടെ ചെയ്യുന്നു. അവിടെ അവസരം ഇല്ലാത്തതുകൊണ്ട് പാവം OTT അങ്ങനെയൊക്കെ പറയാൻ വന്ന, പക്ഷെ ഞാൻ എന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ആൾക്കാർ ഇരിക്കും ചിലപ്പോ. ഇപ്പൊ കില്ലർ സൂപ്പ് ഒക്കെ വരുന്ന സമയത്ത് യു ഹവ് ഗിവൺ എ ഭയങ്കര വണ്ടർഫുൾ പെർഫോമൻസ്. ആളുടെ ഒരു എൻട്രി, ആ ഫൈറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വരുന്നത്. എഗെയിൻ അത്തരത്തിലുള്ള ഇപ്പൊ നേരത്തെ മാം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഉള്ളതില് അപ്പം അത്തരം സെറ്റുകൾ വരുന്നു, അത്തരം സീരീസുകൾ, ലൈക്ക് കനിയുടെ ക്യാരക്ടറിലേക്ക് അത് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഡിഡ് യു ആക്ച്വലി ലേൺ മാർഷൽ ആർട്സ് ഫോർ ദാറ്റ്? കളരി പഠിച്ചിട്ട് അത് നേരത്തെ പഠിച്ചതാണോ? നേരത്തെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് ആ ഒരു സ്പെസിഫിക് ടൈമിൽ അതിൻ്റെ ഒരു കോറിയോഗ്രാഫി ഇപ്പം അധികം ഒന്നും പഠിക്കാൻ പറ്റില്ല, കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കുറച്ച് കളരി ബേസ് അറിയാം. ഓക്കെ, പക്ഷെ ഞാൻ ഡയറക്ഷൻ മാറിപ്പോയി. ഞാൻ കുറച്ചു നേരം ഒരു സെക്കൻഡ്. സോ ഇത്തരം സെറ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പോച്ചർ വരുന്നു, അപ്പം ഇത്തരം സെറ്റുകളിൽ അത്തരം കഥകളിൽ കിട്ടുന്ന ഒരു ഹൈ എന്താണ്? എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി കഥ അതിൻ്റെ എഴുത്ത് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം വന്ന് വീഴും എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി അതല്ലാതെ ചിലപ്പം എന്തെങ്കിലും എക്സ്പെരിമെൻ്റലി ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവാം. ഞാൻ ചിലപ്പോൾ ഒരു സ്പോണ്ടേനിറ്റിയിൽ മാജിക്ക് വരാം, അവിടെയും ഉണ്ടാവാം. പക്ഷെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പഠനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അവർക്കെന്ന് അപ്പം ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുള്ളൂ, അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം എനിക്കെപ്പോഴും ആ എഴുത്ത്, അതപ്പം ഈ കില്ലർ സൂപ്പ് ആണെങ്കിലും പോച്ചറാണെങ്കിലും വളരെ സോളിഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളുണ്ട്. രണ്ടും, അഭിഷേക് ചോബയാണെങ്കിലും റിച്ചി ആണെങ്കിലും രണ്ടുപേരും വളരെ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് നല്ല ധാരണയുള്ള ഡയറക്ടേഴ്സ് തന്നെയാണ്. ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ധാരണ അവർക്കെല്ലാം ഉള്ളപ്പോൾ ഒരു നടി എന്നുള്ള നിലയിൽ എനിക്ക് അവരൊരു നിലം തരാണ് നിൽക്കാൻ. അവിടുന്ന് പിന്നെ എൻ്റെത് എന്താ അതിലൊരു ചെറിയൊരു മുത്തെടുത്ത് വയ്ക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയം നമ്മൾ വളരെ അൺക്ലിയർ ആയിട്ടുള്ള നിലങ്ങളിലേക്ക് പോകും. ഡയറക്ടർക്കും അത്ര ധാരണയില്ല, കഥ അത്ര ക്ലിയർ അല്ല, അപ്പം നമ്മൾക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം ചിലപ്പം എന്തെങ്കിലും ഓഫർ ചെയ്യുന്നതിന് പകരം അതിനെ ഞാൻ കൊളവാക്കാനും പറ്റും ഒരു നടി എന്നുള്ള നിലയിൽ. എനിക്ക് അങ്ങനെ എന്നെ പറ്റി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വേറെ കുറെ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, എത്രയെല്ലാം കൊളാണെങ്കിലും അവരതിൽ
അതിലേറ്റവും പറ്റുന്നത് പിടിച്ചു വെച്ച് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നല്ല ആക്ടേഴ്സ്, ഞാൻ നേരിട്ട് കാണാത്തവരും നമുക്ക് ചിലത് കാണുമ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിന്റെ കഥയിൽ ഒന്നുമില്ലല്ലോ, പിന്നെ ഇദ്ദേഹം എങ്ങനെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല. കുറെ ഇത് നന്നായാലേ എനിക്ക് അവിടെ നിൽക്കാനെങ്കിലും എനിക്ക് പറ്റുള്ളൂ. അതാണ് എന്റെ ഹൈ അല്ല, അതാണ് ഒരു ആശ്വാസം. അങ്ങനെ തോന്നിയിട്ടുള്ളൂ. മാമിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നിലേക്ക് ഇത്തരത്തിലെ അടിപൊളി അല്ലാത്ത സാധനം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഫോർ മീ നോ, റൈറ്റിംഗിൽ നിന്ന് നമ്മൾ എടുത്ത് ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കിയിട്ട് പിന്നെ അതിലൂടെ നമ്മൾ കളിക്കണതാണ്. ഐ ലവ് ഇറ്റ്. ബിക്കോസ് എനിക്ക് ഒരു ക്യാരക്ടർ ചിലപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ട് പോവും, അവിടെ പോയാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനിൽ ശരി നമുക്ക് കിട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവാം എന്ന്. That is the only thing that keeps me going. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മാം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു 3-4 ദിവസം ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല, പിന്നെ എപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാൻ തുടങ്ങി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും നമ്മൾ ആർക്കും ഒന്നും അറിയില്ലല്ലോ, ഇവർക്ക് ഈ പടം എന്താവും എന്നൊക്കെ തോന്നും. പക്ഷെ എവിടെയോ ഒരു പാത്തിൽ പോകുന്നുണ്ട്, പിന്നെ അതിൽ പിടിച്ചിട്ട് നമുക്ക് ഓക്കെ ഇനി ശരിയാവും എന്ന്. മാമിന്റെ അനുഭവം അപ്പോഴും നല്ലത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ പോലെ തന്നെ ഞാൻ ചില സമയത്ത് വന്നിട്ടായിരിക്കും എന്തൊക്കെയാണ്, എന്നിട്ട് ഞാനൊരു പടത്തിൽ നിന്ന് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ബാഡ്. മറ്റേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എവിടെ നോക്കണം എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ യൂണിറ്റും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ വേറെ ഡയറക്ടർ കൊണ്ടുവരട്ടെ എന്ന്. സോ see all this happens because അവരെന്തൊക്കെയോ വിചാരിച്ചിട്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ there is a lot, okay? അന്നത്തെ ടൈമിൽ there is a technicality. ഒരു ക്യാമറ ഉള്ളൂ, ഫിലിമാണ്. ഡിജിറ്റൽ പോലെ 4 ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് എഡിറ്റർ പോയിട്ട് എന്തെങ്കിലും ഒരു മാജിക് കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു സമയമല്ല അത്. സോ ഇറ്റ് വാസ് വെരി ടഫ്. ബട്ട് നൗ എനിബഡി ക്യാൻ ഷൂട്ട് ആൻഡ് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ടെക്നിക്കൽ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മുന്നേ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടീസ് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദിലീഷ് പോത്തനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സെറ്റിൽ വരുന്ന സമയത്ത് ദേ വിൽ ഗിവ് ടൈം ഫോർ എവറി ടെക്നീഷ്യൻസ് ടു സെറ്റ് ദ ലൈക്ക് ലൈറ്റിങ്ങിനാണെങ്കിലും എല്ലാത്തിനും സമയം കൊടുക്കും. പക്ഷെ പെട്ടെന്ന് ആക്ടേഴ്സിനോട് വന്നിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയും. അത് ഫോർ ആക്ടേഴ്സ് അത് ഭയങ്കര നെർവസ് ആയിട്ടുള്ള കാര്യം. മാം അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്തത് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് നെർവസായി പാനിക്കായി പോകുന്ന സമയത്ത് സമയമെടുത്ത് വീണ്ടും വരുന്നത്, അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഫോർ ആക്ടേഴ്സ്. ആ ഒരു സെറ്റിൽ വന്ന് അതിനോട് കോപ്പപ്പായി ആ സീനിലേക്ക് ഇൻവോൾവ് ആയിട്ട് തുടങ്ങാനായിട്ട്. പ്രത്യേകിച്ചും ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ ഉണ്ടാകുന്നു, ഈ സമയമില്ലായ്മ ഉണ്ടാകുന്നു. അത്തരം എലമെൻറ്റുകളൊക്കെ ആക്ടിങ്ങിനെ ബാധിക്കാറുണ്ടോ? അതൊക്കെ നമ്മൾ വി ഹാവ് ടു ജസ്റ്റ് ഷട്ട്. ഈ നോയ്സ് എന്ന് പറയുന്ന ഒരു സാധനമല്ല, അതെല്ലാം ഷട്ട് ചെയ്ത് നമ്മുടെ ഒരു കുക്കൂണാക്കിയിട്ട് നമ്മളത് പെർഫോം ചെയ്തേ പറ്റൂ. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചില സെറ്റ്സിൽ ഡയറക്ടേഴ്സ് ആൻഡ് ദ ഹോൾ യൂണിറ്റ് ഇസ് വെരി സെൻസിറ്റീവ്. ബ്യൂട്ടിഫുള്ളായിട്ട് സൈലൻസ് കൊണ്ടുവരും. നമുക്ക് തന്നെ വേറൊരു ലോകത്തിൽ പോയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. പക്ഷെ അത് ഇല്ലാണ്ട് ആൾക്കാരുടെ നടുക്കിൽ നിന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് അതിൻ്റെ ഇമോഷൻസും പറഞ്ഞ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവണം. അതെപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, ഇത് വേറൊരു വേൾഡിലേക്ക് എത്തിയ പോലെ ഇപ്പോൾ ഷോട്ടിൻ്റെ ഇടയിൽ തന്നെ? ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയായിട്ടും ഭയങ്കര ആൾക്കാരുടെ ജനക്കൂട്ടത്തിൽ നിന്നിട്ട് കരഞ്ഞ് ഡയലോഗ് പറഞ്ഞൊക്കെ അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ്. വെൻ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സൈലന്റ് സ്പേസസ് ഐ വാസ് എനാമേർഡ്. ഇതിങ്ങനെയൊന്നും അല്ലല്ലോ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മഹേന്ദ്രൻ സാറിൻ്റെ പടത്തിൽ ആ ഒരു ഐ ഡിഡ് എ റേപ്പ് വിക്ടിം അതിൽ. സോ ആ റേപ്പ് വിക്ടിം ഷീ ഈസ് ബ്ലൈൻഡ് അതിൽ. അപ്പോൾ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വരാൻ പോകുന്നു എന്ന് അറിയാം. ആൻഡ് ഷീ ഡസ് നോട്ട് നോ വാട്ട് ടു ഡു. ഷീ ഈസ് ബ്ലൈൻഡ്. ആൻഡ് അവളെപ്പോഴും ആ വീട്ടിൻ്റെ അകത്ത് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നടന്നു പോകുന്ന സ്ത്രീ പെട്ടെന്ന് ഷീ ലൂസസ് ഡയറക്ഷൻ ആൻഡ് ഷീ
turns, falls. She's trying to commit suicide. She's not able to find the matchbox. She's not able to മറ്റേ കെറോസിൻ എടുക്കുന്നു, അവൾ വിടുന്നു, ഒന്നും കിട്ടുന്നില്ല. And then she just falls and breaks. That whole scene, Mahendran sir, he gave me so much time. And ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. I was just 17 and a half, 18. And when I did that role, it affected me so badly. But ആ സമയം, ആ സൈലൻസും മഹേന്ദ്രൻ സാർ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ആ സീൻ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നു. യുനോ, ഇങ്ങനെ പറഞ്ഞ് I used to actually feel that I was blind. മാം അത് ബ്ലൈൻഡ് ഫോൾഡ് വെച്ച് നടന്ന് ശീലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് യുനോ, ഇൻ ദി എൻഡ് വെൻ യു പെർഫോം ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ. കനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് സെറ്റിൽ വന്നതിന് ശേഷം ഇപ്പം ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ തവണ ടേക്ക് പോയിട്ട് നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് റിപ്പീറ്റ്. റിഹേഴ്സല് കുറേ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് പ്രോസസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ആ സെറ്റാണെന്ന് മറന്നു പോകുന്ന മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നാടകത്തിൽ നിന്നാണ് വരണത്. അപ്പൊ പിന്നെ സ്റ്റേജിൽ നിൽക്കുന്നു, ആളുകളൊക്കെ അവിടെ ഉണ്ട്, ആളുകളപ്പം നടക്കും, ഫോൺ എടുക്കും. ഇപ്പൊ പിന്നെ പറയും ഫോൺ ചെയ്യാൻ. പണ്ട് പലതും ചിലപ്പോൾ ആളുകൾ വേണമെങ്കിൽ നമ്മള് സ്ട്രീറ്റ് പ്ലേ ചെയ്യുമ്പം ലിറ്ററലി റോഡിന് നടുക്ക ബസ് ആള് അങ്ങ്. ഞാൻ പറഞ്ഞു അഭിനയിക്കുന്നതിന്റെ രസം എന്ന് പറയുന്നത് എനിക്ക് അതിന്റെ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഇമാജിൻ ചെയ്യാം. അതെ, എന്നിട്ട് എനിക്ക് ആ ലോകത്തിരിക്കാം. കുറച്ച് മുന്നേ അങ്ങനെ ഏതോ ഒരു ലോകത്തായിരുന്നു തോന്നുന്നല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പോവും, പിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അതുണ്ട്. എന്നെ പറ്റി അല്ല, ഞാൻ വേറെ ആൾക്കാരെ പറ്റി പറയുന്നതാണ്. റെക്കോർഡായാൽ പ്രശ്നമാണ്. ഞാൻ എന്റെ അമ്മയാണെങ്കിൽ അത് പറയുന്നത് നീ ആണങ്ങനെ കണ്ടില്ലേ എല്ലാരും പറയുന്നത്. അല്ല, അപ്പൊ അങ്ങനെ അതാണ് ആക്ടേഴ്സിന്റെ പണി. ആ മൊമെന്റിൽ ചിലപ്പോ നമ്മള് ക്യാമറയുടെ ആള് അവിടെ ഉണ്ടാവില്ല, ചിലപ്പോ ക്യാമറയെ നോക്കിയിട്ടാണ് പറയുക. അങ്ങനെ പലതും. ഇവിടെ വെള്ളം ഉണ്ടാവില്ല, വെള്ളം നാടകത്തിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളൊരു വെള്ളം ഉണ്ട്, അല്ലെങ്കിൽ ഓരോന്നും ആ മൊമെന്റിൽ നമുക്ക് ഇമാജിൻ ചെയ്തിട്ട് അത് അനുഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ അതുള്ളപ്പോഴും ഉറപ്പായിട്ടും ചുറ്റുപാട് സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഏകാഗ്രത, കോൺസെൻട്രേഷനും അതിലേക്ക് പോകാനും നമ്മളെ കുറച്ചുകൂടി എളുപ്പം സഹായിക്കും. ഇതുപോലെ ചിലര് ഐ ലൈനിൽ വന്ന് ഇപ്പൊ ഷൂട്ടിനാണെങ്കിൽ ആളുകൾ പറയും ചില സമയത്ത് ഐ ലൈനിൽ ഇങ്ങനെ ഒരാൾ മാറിക്കൊണ്ടിരുന്ന നമ്മുടെ കൃഷ്ണമണിക്ക് നമ്മൾ അത്രയാണെങ്കിലും ചില സമയത്ത് അത് വിട്ട് അതിലേക്ക് പോകാം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ ഇപ്പൊ ക്യാമറയ്ക്ക് ലൈറ്റിന് ആണെങ്കിലുള്ള അവർക്കും ആ ഏകാഗ്രത വേണം. അവരുടെ അടുത്തും ഷൗട്ട് ചെയ്തും ചെയ്യുന്ന ധൃതി പിടിപ്പിക്കണം കാണുമ്പോൾ എനിക്ക് അയ്യോ എന്തിനാന്ന് തോന്നും. കാരണം ആരെയും അങ്ങനെ ഭയങ്കര ധൃതി പിടിപ്പിച്ചാലല്ല, നമുക്ക് ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ളൊരു ടൈം അത് എല്ലാവർക്കും കിട്ടിയാലും നല്ലത് തന്നെയായിരിക്കും. നമുക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും അത് നല്ലത് തന്നെയാണ്. എല്ലാ കാര്യത്തിലും നല്ല, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണേ. പക്ഷെ അങ്ങനെ ഒരു ഐഡിയൽ സിനാരിയോ എപ്പോഴും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഗൊറില്ല ഷൂട്ട് ആയിരിക്കാം, നമ്മൾ ക്യാമറ ആയിട്ട് ഒരു പബ്ലിക് സ്പേസിലായിരിക്കും പോകുന്നത്. അവിടെ ക്യാമറ ഉണ്ടെന്ന് ആളുകൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ക്യാമറയിൽ നോക്കും. അപ്പം അല്ലാണ്ട് അപ്പൊ അവിടെയും അഭിനയിക്കേണ്ടി വരും. എല്ലാ സിറ്റുവേഷനിലും വരാം. പക്ഷെ ചിലപ്പോ സൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സൺ സെറ്റിന്റെ മുമ്പ് നമുക്ക് ആ സീന് തീർക്കണം. ബിക്കോസ് നമുക്ക് ആ ലൊക്കേഷൻ ഇല്ല. വേറൊരു കാര്യത്തിൽ ആ ഇതിലും നമ്മൾ അഭിനയിച്ചേ പറ്റുള്ളൂ. ഇത് സഡൻ ആയിട്ട് everything has to happen, but that is how. അതെ, അപ്പം എല്ലായിടത്തും അതിലേക്ക് ഇന്നാവാൻ പറ്റുക എന്നുള്ളത് ഒരു ആക്ടറിന്റെ പണിയാണ്. അവർ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അതിലുള്ളവർക്കും ആ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ. അതിനകത്ത് ഫോക്കസ് പുള്ളർ അദ്ദേഹത്തിന് ഒരുപാട് ഫോക്കസ് ചെയ്യണം. അപ്പൊ ആളും ഈ ആക്ടർ പെട്ടെന്ന് പോകുന്നതനുസരിച്ചൊക്കെ ആളത് മാറ്റിക്കൊണ്ടിരിക്കണം. അതൊരു വളരെ വേണ്ടപ്പെട്ട പണിയാണ്. അപ്പൊ അവരും അത്രയും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതില് ബഹളം വെച്ചാൽ സഹായിക്കണമെന്നില്ല എപ്പോഴും. ചിലപ്പോൾ നമുക്ക് ടൈം പോയാലും എല്ലാവർക്കും ആ ഒരു എല്ലാവർക്കും അറിയാൻ ടൈം പോയി, പക്ഷെ നമ്മൾ നമ്മുടെ പരമാവധി ഫോക്കസ് കൊടുക്കാൻ പറ്റുമോ. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനോ പ്ലേസോ ആയിരിക്കാം. പക്ഷെ ഐഡിയലി അലറണ്ടയോ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും അതില്ലാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. ഒരു വർക്ക് സ്പേസിൽ എപ്പോഴും നമുക്ക് അധികം ബഹളം ഇല്ലാണ്ടും അത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അത് ആണ്. പക്ഷെ അതുണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളത് ഇത് നമ്മൾ തന്നെ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാതെ ആയിപ്പോവും. അങ്ങനെ എനിക്ക് തോന്നിട്ടുള്ളത്.
ഓക്കെ. ഈ തിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇറ്റ്സ് മോർ ദാൻ ആൻ ആർട്ട്. മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമോഷണൽ ഡൗണിൽ നിൽക്കുന്ന സമയത്ത് തിയേറ്റർ ആണ് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്നത്. അത് ക്ലെൻസിങ് പ്രോസസ്സ് പോലെയാണല്ലോ പലപ്പോഴും. ഈ തിയേറ്ററിൽ വരുന്നതിന് മുന്നേ ഉള്ള നിങ്ങൾ, അതിന് ശേഷമുള്ള നിങ്ങൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? എനിക്ക് ഉണ്ട് ശരിക്കും. മാം പറയണെങ്കിൽ പറഞ്ഞോണ്ടി. പറഞ്ഞു. അല്ല, എനിക്ക് ശരിക്കും എൻ്റെ ഒന്നാമതായി സ്റ്റാർട്ടഡ് വെരി യങ് നാടകം ചെയ്യാൻ തുടങ്ങിയത്. എന്നെ ശരിക്കും എന്നെ ഒബ്സർവ് ചെയ്യാൻ എന്നെ സഹായിച്ചതും എന്നുവെച്ചാൽ നമുക്ക് തന്നെ ഉള്ളിലുള്ള കള്ളത്തരങ്ങൾ ഉണ്ടാവാം, ഇതാണ് എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ഞാൻ അതല്ലല്ലോ ചെയ്തത് എന്നുള്ളത് ശരിക്കും തിരിച്ചറിയാൻ സഹായിക്കാൻ. അതൊരു കുഞ്ഞു കാര്യമാണോ കേട്ടോ നാടകത്തിന്, എല്ലാ നാടകത്തിനും എല്ലാ കാര്യവും അതിലേക്ക് ചുരുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അന്നത്തെ ഒരു 14-15 വയസ്സുള്ള, അല്ലെങ്കിൽ ഞാൻ 7 വയസ്സിൽ നാടകം കളിക്കാൻ തുടങ്ങിയെങ്കിൽ അതൊന്നും അത്ര ഒരു കാര്യമായിട്ടായിരുന്നില്ല. ഒരു 14-15 വയസ്സപ്പോഴാണ് ശരിക്കും കുറച്ച് കാര്യമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ജീവിതത്തിൽ ഉള്ള ഹിപ്പോക്രസീസും ഉള്ള ഓരോ കാര്യങ്ങൾ എന്നിൽ തന്നെ ഉള്ളത് എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെസ്പോൺസ് വരുന്നതെന്നും ഒക്കെ ഒരു കുറച്ചും കൂടെ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, അങ്ങനെ എനിക്ക് നല്ലൊരു ധൈര്യം തന്ന സ്ഥലം തിയേറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ധൈര്യം ഏറ്റവും വരുന്നത് അവിടെ നിന്നും. പിന്നെ എനിക്ക് തന്നെ വളർത്തിയ അച്ഛനമ്മ, എൻ്റെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ, അങ്ങനെ അവരും വളർത്തിയ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈക്വലി അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി തിയേറ്റർ അതിലുണ്ട്. അതാണ് എനിക്ക് ബിഫോർ ആഫ്റ്റർ ഉള്ളത്. ശരിക്കും ധൈര്യം, എൻ്റെ ശരി തെറ്റെന്നുള്ള നിൽക്കാനും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച തന്നത് എനിക്ക് ഒരു റിഫ്ലക്ഷൻ പോലെ. എനിക്ക് അത് ചെയ്യാൻ, അതിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് അതെനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അതാണ് വ്യക്തിപരമായിട്ടോ ഇത്. ഒരിക്കലും നടി എന്നുള്ളതോ അതൊന്നും അല്ല. ആ രീതിയിൽ അതെങ്ങനെയായിരുന്നു? എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ് ഓൾ. സോ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് തന്നെ സിനിമയിലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ക്ലാസിക്കൽ ഡാൻസിങ് ഇസ് എ വെരി ഡ്രമാറ്റിക് വേ ഓഫ് പെർഫോമിങ്. എല്ലാം ഡ്രാമ ആണല്ലോ, എല്ലാം എക്സാജുറേറ്റഡ് ആണ്, നമ്മൾ പറയുന്നതെല്ലാം. സോ അതൊക്കെ എൻ്റെ അഭിനയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അത് പതുക്കെ ഐ ലേൺ ടു കൺട്രോൾ. പക്ഷേ ഒരു 35 ഒക്കെ കഴിയുമ്പോഴേക്കും ഒന്നുമില്ല. ഫിലിംസ് വെർ വെരി ബോറിങ്, സ്റ്റോറീസ് വെർ വെരി ബോറിങ്, ഒന്നുമില്ല, ക്യാരക്ടേഴ്സ് ഇല്ല. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് വേസ്റ്റഡ്. ദി ആക്ടർ ഇൻ മീ സ്റ്റാർട്ടഡ് ഫീലിംഗ് വെരി അപ്സെറ്റ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൻഡ് അപ്പോഴാണ് എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഗേവ് മീ ലൈഫ് തിയേറ്ററായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ 1-2 പ്ലേസ് ചെയ്തത്. കുറച്ച് വർക്ക്ഷോപ്സിൽ ഞാൻ പങ്കെടുത്തു. ആൻഡ് ഒരു റിജുവിനറേഷൻ എന്ന് ആയത് അപ്പോഴാണ്. ആ ഒരു 7-8 ഇയേഴ്സ് ഒരു ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വെൻ ഐ കെയിം ബാക്ക് ഐ വാസ് ഡിഫറെൻറ്റ്, വെരി ഡിഫറെൻറ്റ്. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ക്യാരക്ടേഴ്സ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നതും എൻ്റെ കാഴ്ചപ്പാടിൽ. ആൻഡ് ദെൻ വെൻ ഐ വാസ് പെർഫോമിങ് വെരി ഡിഫറെൻറ്റ്. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സായിരുന്നു അത്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത് പലപ്പോഴും ഇത്തരം യാത്രകൾ, പ്രത്യേകിച്ചും തിയേറ്ററിന്റെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ട് പറയാറുണ്ട്. ഇന്ന് കനി തന്നെ പറഞ്ഞു, ഞാൻ പലയിടത്ത് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ പ്ലേ ആയിട്ട് പോകുന്ന യാത്രകളൊക്കെ. അത് എത്രത്തോളം ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ സ്റ്റോറി ടെല്ലർ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്തത്? ദാറ്റ്സ് എ വെരി ലാർജ് കോൺവെർസേഷൻ. എവിടെയോ പോയി, അത് ശരിയാവില്ല. വെരി ലോങ് കോൺവെർസേഷൻ. ഇറ്റ്സ് നൈസ്. ലൈക്ക് ഇങ്ങനെ കഥകൾ കേൾക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി കുട്ടിക്ക് കഥകൾ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ സിനിമയിൽ കമ്മിങ് ബാക്ക് ടു I'll tell you just one story. Okay. ഇതിൽ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. സോ എൻ്റെ ഒരു ചെറിയൊരു തേടലുണ്ടായിരുന്നു. അതിൽ ആക്ടിങ് എന്നൊരു ആർട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഐ വോണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾ സംഘം ലിറ്ററേച്ചറിൽ തിയേറ്ററിൻ്റെ എക്സാക്ട് സൈസും ആക്ടിങ്, ആക്ടേഴ്സ് ആരാണ്, ഓഡിയൻസ് എവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘം ലിറ്ററേച്ചറിൽ 2000 years back it is written.
സോ അവിടെ നിന്ന് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുവേർഡ്സ് ആൻഡ് ഐ മെറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻസൈഡ് ദി ഇൻറ്റീരിയേഴ്സ് ഓഫ് തമിഴ്നാട്. കേരളത്തിൽ വന്നില്ല, എനിക്ക് തമിഴാണ് എൻ്റെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിൽ. സോ അവിടെ പോയി ഞാൻ ഐ റിമെമ്പർ തിരുനെൽവേലിയുടെ അടുത്ത് മുരുകഭൂപതി എന്ന ഒരു തിയേറ്റർ ആക്ടറുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ താമസിക്കാനൊന്നും സ്ഥലം, ഞാൻ ഒരു കാർ എടുത്തു, ഞങ്ങളൊരു 4 പേര് ഒരു 21-25 ദിവസങ്ങൾ കാറിൽ ഓരോരോ തിയേറ്റർ, നൈറ്റ് തിയേറ്റേഴ്സ് ഉണ്ട്, കൂത്തുണ്ട്, എല്ലാം കൂത്തുപട്രായി ആൻഡ് ഓൾ ദാറ്റ് വി വെൻറ്റ്. സോ അങ്ങനെ പോയി സംബന്ധം സാറൊക്കെ അല്ലേ, അവരൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ടു വന്നപ്പോൾ അവിടെ മുരുകഭൂപതി അവിടെ താമസിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവിടെ ടെറസിൽ 1-2 പായിട്ട് തരാം, അയ്യോ ഓക്കെ, ഓഫ് കോഴ്സ്. അങ്ങനെ ഞങ്ങളവിടെ നിലാവെളിച്ചത്തിൽ പായിട്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയ ആ ഒരു ദിവസം, there was something that happened. Suddenly I felt what an amazing art acting is. നമ്മൾ പറയണത്, നമ്മൾ കാണിക്കണത്, hundreds of people we make them believe in what we are telling. That night was a very interesting night. Conversations ആയിരുന്നു, ഉറങ്ങിയില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആ നിലാവെളിച്ചത്തിലിരുന്ന് ഇങ്ങനെ കോൺവേഴ്സ് ആയിരുന്നു. ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. യു മെയ്ഡ് മീ റിമെമ്പർ ദാറ്റ്. താങ്ക് യു. മെമ്മറിയിൽ തിരിച്ചു വന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഐ തിങ്ക് പെർഫോമൻസ്, ഒരു ആക്ടിങ് എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായ ഒരു ആർട്ടാണത്. ദാറ്റ്സ് വൈ ആൻ ആക്ടർ ഓൺ സ്ക്രീൻ, either you connect with that person or you don't. Yes. And when you connect, you believe. വിശ്വസിക്കുന്നു, അവളോ അവനോ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ആ കണ്ണിൽ അത് കാണണം, അപ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നുണ പറയാൻ പറ്റില്ല, സിനിമയിൽ നുണ പറയാനേ പറ്റില്ല, ബിക്കോസ് യു ആർ ഹിയർ. വെരി ക്ലോസ് ആണ്. വേറെ ചില സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ നുണ പറഞ്ഞിട്ട് അങ്ങനെ പോവാം, ഇവിടെ നുണ പറയാൻ പറ്റില്ല. You have to believe. It's coming back to SC. So ഇതൊരു കോർട്ടൂൺ ഡ്രാമ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കോർട്ടൂൺ ഡ്രാമകൾക്ക് എപ്പോഴും ഒരു മിസ്റ്റീരിയസ് സ്വഭാവമുണ്ട്, അതിലെപ്പോഴും നമുക്കറിയാത്തൊരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം കോർട്ടൂൺ ഡ്രാമകൾ മിക്കപ്പോഴും ഇത്തരം ഹൈ പോയിന്റുകളിൽ ഭയങ്കര വർക്കാവുന്ന ഒരു യോണർ കൂടിയാണല്ലോ. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, എസ്പെഷ്യലി ഇങ്ങനൊരു കേസ് വരുന്നു, സെക്ഷൽ അസോൾട്ട് കേസ് വരുന്നു. സോ ഓഫ് കോഴ്സ് ആളുകളിലേക്ക് നമ്മൾ ആ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. സി ഇഫ് യു ഡു ദിസ് ഇസ് ദ കോൺസിക്വൻസ്, ഇഫ് ദിസ് ഹാപ്പൻസ് ദിസ് ഇസ് ദ കോൺസിക്വൻസ്, നമ്മൾ അവരെ എൻലൈറ്റൻ ചെയ്യാൻ ഡയറക്റ്റ് ആണത്. ആ ഒരു ഈ ഒരു യോണർ ഇതിലേക്ക് വരുന്നതിനെ, അതിനോടുള്ള നിങ്ങളുടെ ഒരു അനാലിസിസ് ഞാൻ ക്ലിയർ ആണ്? പറഞ്ഞു ക്ലിയറായി, എനിക്ക് ക്ലിയറാണ്. സീൽ നമ്മുടെ കോർട്ട് സീനിൽ ആ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ഒരു സീനിലേ ആ കോർട്ടിലേക്ക് വന്നുള്ളൂ അല്ലേ ഈ ക്യാരക്ടർ അല്ലേ, ഈ ഒരു സീനിലല്ലേ വന്നത്. പക്ഷേ മാം നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കോർട്ട് റൂം ഡ്രാമ പോലെ അല്ല, ആക്ച്വൽ കോർട്ടിൽ പോണ പോലെയും കൂടി ആണ് ഈ ഡയറക്ടർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് സിനിമാറ്റിക് എലിമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ. പക്ഷെ കോട്ട് എന്ന് പറയുന്നിടത്ത് ഒരുപാട് ഡ്രമാറ്റിക് സാധനം ഉണ്ട്, നോർമൽ കോട്ടിൽ ഒരുപാട് ഡ്രാമറ്റൈസേഷൻ. സിനിമയുടെ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഡ്രമാറ്റിക് അല്ല, ശരിക്കും അവിടെ ഉണ്ടാവാവുന്ന അബ്സർഡിറ്റീസ്, അവിടെ ഉണ്ടാവാവുന്ന ആക്ച്വലി ദ റിയൽ lawyers are big actors. നമ്മളെക്കാളും better actors ആണ്, because real life they are making people believe. Yes. So നമ്മൾ actors എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേറെ, അവർ lawyers എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നത് വേറെ ഒരു കാര്യം. So there is a lot of performance in real courts. That is the truth. അല്ലെങ്കിൽ ഒരു വിഭാഗം കൂടി ഉണ്ട് അഭിനയിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ പ്ലേയേഴ്സ്. എനിക്ക് കേൾക്കും. So the thing is, ഇതിൽ ഡയറക്ടർ ചെയ്തത് എത്രത്തോളം റിയലിസ്റ്റിക് കോർട്ട് സീൻ ആക്കാൻ പറ്റുമോ അത്രത്തോളം റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1-2 പ്രാവശ്യം എനിക്ക് ക്യാമറ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് തിരയാൻ പോലും എനിക്ക് തോന്നിയില്ല ആ സമയത്ത്.
ബിക്കോസ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അത് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നോ ഇല്ലയോ എന്നത് ഡയറക്ടറിൻ്റെ ജോലിയല്ലേ, എൻ്റെ ജോലിയല്ലല്ലോ. സോ നമ്മൾ ചെയ്യുന്നത് സിൻസിയറായിട്ട് ചെയ്യുന്നു. ക്യാമറ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഞാനൊരു ജഡ്ജ് ചെയറിൽ 3-4 ദിവസം ആ ചെയറിൽ തന്നെയാണ് ഇരുന്നത്. രാവിലെ പോയാൽ ഇരിക്കും, അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയില്ല, ആ സീനൊക്കെ തീരുന്ന പോലെ അവിടെ തന്നെ ഇരിക്കും. ബട്ട് ഇറ്റ് വാസ് ഭയങ്കര, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ബിക്കോസ് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ഒരു സമയം പോലും ഐ ഡിഡ് നോട്ട് ഫീൽ ഇറ്റ് ഇസ് അൺറിയലിസ്റ്റിക്. ഓഫ് കോഴ്സ് ഈ ഡ്രാമയുടെ എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടൊരു ഡ്രാമ ഉണ്ടാക്കല്ല ചെയ്തിട്ടുള്ള. വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത് അതിനകത്തുള്ളതാണ്, അതിനകത്തുള്ള ഡ്രാമ ഉണ്ടാവും. അങ്ങനെ ദർ വിൽ ബി ഹൈസ് ആൻഡ് ലോസ് ബിക്കോസ് ഒരു കഥ എന്ന് പറയുന്നത് നമ്മൾ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടായാലേ നിങ്ങൾ ഫുൾ പടം കാണുള്ളൂ. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഒരേ സാന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ ബോറടിച്ചിട്ട് എണീറ്റ് പോകില്ലേ. നമ്മൾ തിയേറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണണം എന്ന ഒരു ആഗ്രഹത്തോടാണ് ഞങ്ങൾ ഈ പടം എടുത്തിരിക്കുന്നത് അല്ലേ, നമുക്ക് കൊണ്ടുവരുന്നത്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, സ്ക്രീൻ പ്ലേയുടെ ഡ്രാമ, ക്യാരക്ടേഴ്സിൻ്റെ അതെല്ലാം ഉണ്ട്. Yes, of course. Another factor will be തപ്സി പന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന കഥകൾ അല്ലെങ്കിൽ അവരുടെ സെലക്ഷന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ലൈക്ക് അവർ വളരെ സോഷ്യോ പൊളിറ്റിക്കലായിട്ട് സിനിമകൾ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രിവിലേജ് ബോളിവുഡിൽ ഒരു പക്ഷെ കൊടുത്തിട്ടുള്ളത് തപ്സി പന്നുവിനാണ്. എഗെയിൻ കൊടുത്തിട്ടുള്ളത് കോഴ്സ്. അപ്പം അല്ല പക്ഷേ earned it herself and she stood her ground. ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് she stood her ground and I'm so proud of her. അതെ, ഒരിക്കലും ആരും കൊടുത്തിട്ടുണ്ടാവണം, ആരും കൊടുക്കുന്നതല്ല. ഞാനത് ഉദ്ദേശിച്ചത് അവൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ്സ് ഇപ്പോൾ എഴുതുന്നുണ്ട് ബിക്കോസ് they feel that she has a market. Yes, of course. ഞാൻ ഉദ്ദേശിച്ചത് കൊടുത്തിട്ടുണ്ട് ഇൻ ദ സെൻസ് ബോളിവുഡിന്റെ പെർസ്പെക്റ്റീവിൽ they have that patriarchal terms strong എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. No, I don't think so. Okay. I feel actually it is much easier to work there. Okay. Yeah. There is a lot of gender equality. Okay. How is working with Tapsi again? Tapsi is a fabulous എന്താ പറയുക, ഷീസ് എ thorough professional. അവിടെ വന്ന് സീൻ പേപ്പറിന് നോക്കും പോലും ഇല്ല, എല്ലാം പഠിച്ചു വരും. അവിടെ വന്നിട്ട് ഡയറക്ടർ പറയുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ഷി വിൽ ഡെവലപ്പ് ഓൺ ദാറ്റ് ആൻഡ് ഡു ഇറ്റ്. ആൻഡ് ഷി ഹാസ് എ സെൻസ് ഓഫ് ഹെർ ഓൺ. ഷി വിൽ ഈവൻ ആർഗ്യൂ ഈവൻ ഷി നീഡ്സ് ടു. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ ദാറ്റ്. ആൻഡ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്യൂട്ടിഫുൾ ആണ് ബിക്കോസ് അവർ ഓൾറെഡി ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സോ അനുഭവ് സിൻഹ ആൻഡ് താപ്സീസ് ഫ്രണ്ട്ഷിപ്പ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമൊക്കെ ആയിരിക്കും, ബട്ട് ദേ വിൽ ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ഫോർ വാട്ട് ഇസ് റൈറ്റ്. സിനിമ ഇസ് ദി ഓൺലി that unites you all. There is no ego, there is no gender issues, there are nothing. This cinema should come out correct, well. അത്രേ. ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ എടുത്തു നോക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും അത്തരത്തിൽ വളരെ ചൂസി ആകുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് സോ. പറഞ്ഞോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയണം മാം. ഞാൻ പോയി കഴിഞ്ഞു, എന്റെ റിട്ടയർമെന്റ് സമയമായി. ഡിഫറെന്റ് ജേർണി മാം എന്ന് പറഞ്ഞാൽ എല്ലാ എനിക്കൊക്കെ ആസ് എൻ ആക്ടർ നോക്കുമ്പോൾ സിനിമയില് നോ ബട്ട് യു ആർ ഓൾസോ ചൂസി എന്നാണ് പറഞ്ഞത്. കണ്ടിന്യൂ. ശരി, ഓക്കെ, അങ്ങനെയോട്ടെ. ഇപ്പൊ റിട്ടയർമെന്റ് എന്ന് മാം പറഞ്ഞു, പക്ഷെ ഈ പറഞ്ഞ മാം ഉദ്ദേശിച്ച റിട്ടയർമെന്റ് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഈ നേരത്തെ പറഞ്ഞ തിയേറ്റർ ജേർണിക്ക് ശേഷം ഉണ്ടായ ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര സ്ട്രോങ് പോർട്രയൽസ് കാണുന്നുണ്ട്. ഇപ്പം വൈറസിലെ ക്യാരക്ടർ, ഭൂതകാലത്തിലെ അമ്മ, അതെനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഹൊറർ ടേംസിനെ മുഴുവനും പൊളിക്കുന്ന രീതിയിലാണ്. ഇതിന് ശരിക്കും നമുക്ക് റിട്ടയർമെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ. ആരെങ്കിലും എഴുതണ്ടേ അങ്ങനെയൊക്കെ? പിന്നെ യു ആർ റൈറ്റ്, അറ്റ് ദ മൊമെന്റ് ഐ ആം എക്സ്പ്ലോറിങ്. അൺലെസ് ഐ ഗെറ്റ് എന്നെ ചാലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഐ ബിലീവ് ഇൻ ദ ഫിലിം, ഐ ഫീൽ ദറ്റ് ദിസ് ഫിലിം ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം, അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. സോ അങ്ങനെ 2 തരം.
ആരോ പറയുന്നു അതുകൊണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നില്ല. അത് കുറേ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനുള്ള താല്പര്യമില്ല. സോ ഐ ഹവ് ഡിസൈഡഡ് നൗ ഐ എം ഹാപ്പി ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ്. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞ ഒരു റിട്ടയർമെൻറ്റ് ഫീലുണ്ട്. അങ്ങനെ ഡയറക്ടോറിയൽ വർക്ക്സ് എങ്ങനെ ചൂസ് ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് ഇയർ ഷൂട്ട് പോവും. ഹിന്ദിയാണ്. Why choosing Hindi again? Actually speaking, Hindi is the first language I learned in my life. Okay. കൊച്ചിയിൽ ജനിച്ച ശേഷം ഞാൻ ഐ വാസ് ടേക്കൺ ടു ഗുജറാത്ത്, അഹമ്മദാബാദ്. സോ അവിടെ ഹിന്ദി പഠിച്ച് എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ദെഹ്റാദൂണിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്കൂളൊക്കെ മഥുരയിലായിരുന്നു. സോ അതുകൊണ്ട് ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ദറ്റ് ലാംഗ്വേജ് ആൻഡ് ഐ എം മോർ ഓഫ് എൻ urban kid. ഞാൻ ആസ് എ ഡയറക്ടർ നമ്മളൊരു കഥ ചെയ്യുമ്പോൾ വി കനോട്ട് ഡു സംതിങ് വിച്ച് വി ഡോണ്ട് നോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു, ആസ് എ ഡയറക്ടർ ഐ കനോട്ട്. ഐ ഡോണ്ട് കൊളാക്കാൻ ശരിയാവില്ല. സോ കനിയിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ ചൂസ് ചെയ്യല്ല, ലൈക്ക് നേരത്തെ അത് പറഞ്ഞോളൂ ചൂസി. പോട്ടെ. അല്ല ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഇത് വെച്ച് പറയാം, എനിക്ക് അങ്ങനെ ഒരുപാട് കഥകൾ വന്നിട്ട് അതിന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോൾ മനസ്സിലായി. മാമിന് എന്നെ എന്തിനാണ് ഒരുപോലെ ഒരു സ്ഥലം ഓക്കെ മാം ചൂസി ഇൻ എ ഡിഫറെന്റ് വേ, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരുമിച്ച് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കനിയെ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾക്ക് ഒരു സ്വഭാവം കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു നടി എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചൂസി അല്ല. ചൂസി ഉണ്ട്, പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ എല്ലാ ആക്ടേഴ്സിനും, എനിക്ക് മാത്രമല്ല, എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ പരിചയപ്പെട്ട ആക്ടേഴ്സിന് ഒക്കെയും ആഗ്രഹം എല്ലാ തരത്തിലുള്ള ജോണർ ചെയ്യാനും കൊമേഴ്സിൽ ചെയ്യാനും പാരലൽ എല്ലാം ചെയ്യാനും എല്ലാ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരാൾ പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായി മാത്രമാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വരുന്നതിൽ നമുക്ക് ഓക്കെ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഓക്കെ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇവിടെ ഒന്നും എനിക്ക് എത്ര മനസ്സിലാവുന്നില്ലെങ്കിലും ഈ ഒരു ഇതിനൊരു റെലവൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എപ്പോഴും എനിക്ക് കിട്ടുന്ന കഥയില്ല, കഥ മൊത്തം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ചില സമയത്ത് എന്നെ കൊണ്ട് ഈ ക്യാരക്ടറിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻ്റെ തന്നെ ഉള്ളൊരു ഇതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന വേറൊരു ആക്ടർ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പഠിക്കും അങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് അങ്ങനെ പല റീസൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐഡിയലായിട്ടുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഥ വായിക്കുമ്പോൾ ഈ കഥയുടെ ഭാഗമാകാൻ തോന്നുന്നു. കഥാപാത്രം പോലും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് നടി എന്നുള്ള നിലയിൽ അതല്ല എൻ്റെ ഫസ്റ്റ് ആക്ച്വൽ ഐഡിയൽ സിറ്റുവേഷൻ പറയാൻ. ഒരു കഥ വായിക്കുമ്പോൾ ഈ കഥ പറയാനുള്ള അതിൻ്റെ ഒരു സ്പിരിറ്റ് കൊണ്ട് അതിൻ്റെ ഭാഗമാവണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് വരുള്ളൂ. കാരണം ആ സിനിമയിൽ തന്നെ അതിനേക്കാൾ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരിക്കും. അവരൊക്കെ കൂടെ ചേർന്നിട്ടാണല്ലോ കഥ ഉണ്ടാവണം. പിന്നെ എനിക്ക് കിട്ടിയ കഥാപാത്രം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. കഥ അത് പറയുന്ന രീതി, എന്തുകൊണ്ട് ഈ കഥ പറയണു, അതാണ് ശരിക്കും എന്നെ ഏറ്റവും ആകർഷ്ടമാക്കുന്നത് ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷെ അങ്ങനൊന്നും അല്ല. അതുകൊണ്ട് ഒരു ചൂസ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല. ചില സമയത്ത് കഥ വരുമ്പോൾ കഥയ്ക്ക് വല്ല പ്രശ്നമുള്ള തോന്നും, പക്ഷെ കഥാപാത്രം ഭയങ്കര രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ അങ്ങനെയാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് ഇതുവരെ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കഥകളെല്ലാം രസം, ഇത് നമുക്ക് ഇഷ്ടമുള്ള 2-3 നോക്കിയെടുക്കാം, അങ്ങനെ വന്നാൽ കൊള്ളായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാട്ടോ, എന്തായാലും നല്ല പ്രശ്നമാണ്. ഇപ്പൊ കനിയിലേക്ക് വരുമ്പോ ഞാൻ നേരത്തെ പെൻഡന്റ് ചോദിച്ചില്ലേ, ലൈക്ക് സോ ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ. എഗെയിൻ ലൈക്ക് കനിയുടെ ഇത്തരം ഫാഷൻ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ക്യാൻസിൽ പോകുമ്പോഴുള്ള ലൈക്ക് പാലസ്റ്റീൻ അനുകൂല പ്രഖ്യാപനമാണെന്ന് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച സമയത്ത് ലിപ്സ്റ്റിക് വാസ് ഡിസ്കഷൻ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ അഗൈൻ ഇന്റർവ്യൂല് കാല് കയറ്റി വെക്കുന്ന പോലെ ഒരു ഡിസ്കഷൻ ആവുന്ന ഒരു സുഖമായിട്ട് ജീവിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ലാസ്റ്റ് 20 years എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ.
എന്നൊരു ശരിക്കും ഐ ആം ഇൻ എ വേൾഡ് ഓഫ് മൈ ഓൺ. നല്ല കാര്യം അതാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആവുന്നത് കനിക്കൊരു ലൈക്ക് എപ്പോഴും ഇത് ഡിസ്കഷൻ ആവുന്നു, ഇതിനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കുന്നു. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള നിർബന്ധം? അതൊന്നും ഞാൻ വായിക്കാറില്ല ഒന്നാമത്. ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും അയച്ചു തരും, നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ നോക്കി ഇത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കില്ല ഒന്നും. ഓക്കെ. അങ്ങനെ ഇപ്പോൾ എന്താ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമാണെങ്കിൽ ചിലത് ആലോചിക്കും, അല്ലാത്ത കാര്യം ഞാൻ നോക്കാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കാര്യം കാര്യം ഇതൊക്കെ എന്തിനാണ് അതിനേക്കാളും എന്താ എനിക്ക് പറയാറുണ്ടോ അതിനെ പറ്റിയൊന്നും. സോ അസി തിയേറ്ററിലേക്ക് എത്താണ്. അപ്പം നിങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ അസിയിലൂടെ നിങ്ങൾക്കൊരു ജേർണി ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് ഇത് കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് ദേ വിൽ ഓൾസോ ഹാവ് സംതിങ് ടു ടേക്ക് അവേ വിത്ത് ദം. അത് എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് അതിന് കാണുന്നതിന് മുൻപ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് എനിക്ക് തോന്നിയത്? ഇപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇതിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ എനിക്കിത് കാണാൻ എന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞ പോലെ നമുക്ക് ചില സബ്ജക്റ്റുകൾ നമുക്ക് കാണണോ എന്ന് തോന്നും. പക്ഷെ എനിക്കിതിൽ അഭിനയിച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീരുമ്പോൾ നമ്മളത് ഭയങ്കര ഒരു ഡ്രെയിനിങ് അങ്ങനെ അല്ല എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നിയത് തന്നെയാണ്. ഒബ്വിയസ്ലി ഞാൻ ഫൈനൽ എഡിറ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ചുകൂടെ ഒരു ഊർജം തരികയും ഇതിനെപ്പറ്റി സംസാരിക്കാനും ചിന്തിക്കാനും കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ട് അതിനെ എന്ത് ചെയ്യാം എന്നുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന, അങ്ങനെയാണ് എനിക്ക് തിരക്കഥയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അഗെയിൻ ഫുൾ ഫൈനൽ കട്ട് കണ്ടാൽ നമുക്ക് ശരിക്കും എന്ത് ഇമ്പാക്റ്റ് ആണ് എനിക്ക് പേഴ്സണലി ഉണ്ടാവുന്നത് എനിക്ക് അപ്പം പറയാൻ പറ്റും. അപ്പം ഇതിൽ അഭിനയിച്ചിട്ട് ഒരു പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അത് തോന്നി. അതുകൊണ്ട് ആ രീതിയിൽ അത് എന്ന് വെച്ചാൽ പറയാം, നമ്മൾ എന്താ പറയുക, ഒരു സ്ഥലത്തിപ്പോൾ കുറേ പേര് വേസ്റ്റ് കൊണ്ടിടുന്നു, നമുക്ക് അതിൻ്റെ മണ്ടയിൽ മറയ്ക്കാനായിട്ട് സാധനങ്ങൾ വെക്കാം. കാരണം നമുക്കത് കാണാൻ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് എടുത്ത് വൃത്തിയാക്കിയ സ്ഥലം നീറ്റാക്കണം. നമ്മൾ ആരെങ്കിലുമൊക്കെ തുനിഞ്ഞിറങ്ങിയാൽ തന്നെ അത് നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ആ രീതിയിൽ ഇതൊന്നും കറിയണ്ട എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. അത് ആ രീതിയിൽ എനിക്ക് ആ സിനിമ ആ രീതിയിൽ അത് കാണേണ്ടതാണ്, അങ്ങനെ എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കനി പറഞ്ഞത് അതാണ് ട്രൂത്ത്. നമ്മൾ ആ രീതിയിൽ കണ്ടേ പറ്റുള്ളൂ. ബിക്കോസ് ഇത് ദിവസം ഒരു ന്യൂസെങ്കിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ദിസ് ഫിലിം അതിൻ്റെ പല ലെയേഴ്സ് കാണിക്കുന്നുണ്ട്. കണ്ട ശേഷം ഒരു കോൺവെർസേഷൻ തുടങ്ങും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഡയറക്ടറിൻ്റെ വിശ്വാസം അത് തന്നെയാണ്. അത് അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ആ കഥ അങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കോൺവെർസേഷൻ ഷുഡ് കണ്ടിന്യൂ ആൻഡ് വി നീഡ് ടു മേക്ക് എ ചേഞ്ച്. വൺ മോർ ഫിലിം to try and make a change. Yes, we also hope that അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ, അങ്ങനെ സംഭാഷണങ്ങൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾക്ക് അസി ഒരു കാരണമാവട്ടെ. Thank you so much for this wonderful and beautiful conversation. Thank you. Thank you, Chandra. Thank you.